ഉപരാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തും. എന്റെ പാണി ദൈവമേ. എന്തേ പറയണ്ടേ? ലക്ഷ്മി ചേച്ചിക്ക് പയ്യനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറയാനുണ്ട്. എന്തൊക്കെയാ ഡിമാൻഡ്സ് എന്ന് വെച്ചാ പറഞ്ഞോളൂ. പറയാം. കാഴ്ചക്ക് സുന്ദരനായിരുന്നു, എന്നെ പോലെ. പിന്നെ സ്വഭാവം സ്നേഹത്തോട് പെരുമാറാൻ അറിയണം, പ്രത്യേകിച്ച് ഭാര്യയോട്. വിദ്യാഭ്യാസം വേണം കേട്ടോ. അല്ല, സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയാം. ജോലി അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. ഒരു ബാങ്ക് ഓഫീസർ അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചറർ. ഇതൊരു അല്പസ്വല്പം താഴോട്ട് പോയാലും വിരോധമില്ല. പക്ഷേ ഞങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒപ്പം നിൽക്കുന്ന സ്ഥിരമായ വരുമാനമുള്ള ഒരു പയ്യനായിരിക്കണം. അല്ല, ലക്ഷ്മിക്കുട്ടിയുടെ കാര്യത്തിനാണല്ലോ പോണത്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പേഴ്സണാലിറ്റി മൊത്തം നോക്കണമെന്നല്ലോ. ചേച്ചി ഡബിൾ ബെൽ അടിച്ചാലേ പഞ്ചറായ വണ്ടി പോലെ കിടക്കുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനെ പോകും. മാത്രമല്ല ചേച്ചിയുടെ ചെക്കനെ ചൂണ്ടി വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡ് വെക്കാൻ. അണ്ടർസ്റ്റാൻഡ്? തന്നെ ഇവിടുന്ന് കെട്ടിയെടുത്തോണേ. പരമേശ്വര, മടക്കത്തിൽ അപ്പുക്കണിയാരൊക്കെ ഉണ്ടാകുന്ന മുഹൂർത്തം കൂടി കുറിച്ച് വാങ്ങിച്ചോളൂ. തലയിരിക്കുമ്പോ വാലാടണ്ട. പോവാ പോവാ. എല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ശരിക്ക് പ്രാർത്ഥിച്ചോളൂ. അത് ശരി, പ്രാർത്ഥനയും പൂജയും ഇതുവരെ കഴിഞ്ഞില്ലേ? 5 പെണ്ണുങ്ങളുള്ള വീടാ. മനുഷ്യനുള്ള കാപ്പിയിൽ അവിടെ ആരുമില്ലേ? പള്ളിയുറക്കം കഴിഞ്ഞ് അച്ഛന്റെ പുന്നാരും മോൻ ദേ എഴുന്നേറ്റു. അമ്മേ കാപ്പി കൊടുക്ക്. കാപ്പിയല്ല, ബൂസ്റ്റ്. പൊടി പൊടി ബൂസ്റ്റ്.